നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാനുള്ള മനസ്സ് മഹേട്ടൻ കാണിക്കണം. എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? അവിടെ നിക്ക്. ഇവിടെ കിടന്നാ മതി. ഗംഗ പോയ ഞാനും പോവും. ആളു വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വാശി പിടിക്കരുത്. ആവശ്യമുള്ള കാര്യത്തിന് വാശി പിടിക്കുന്നത്. അച്ഛന് ആവശ്യമില്ലാതെ ഗംഗയോട് പിണങ്ങിയിരിക്കുന്നത്. ഇവിടെ അച്ഛനും ഗംഗയും കിടക്കണം, അല്ലെങ്കിൽ ഞാൻ അച്ഛനോട് മിണ്ടില്ല. ഇവിടെ ഇറങ്ങി പോവുകയും ചെയ്യും. മാളു, ഞാൻ പറയുന്നത് കേക്ക്. ഗംഗ പറയുന്നത് അച്ഛൻ കേൾക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാ അച്ഛൻ പറയുന്നത് ഞാൻ കേൾക്കുന്നത്? മാളു, അച്ഛനോട് അങ്ങനെ പറയരുത്. പറയും. ഗംഗ ഇവിടെ കിടക്കണം, അല്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഞാൻ ഇവിടെ കിടക്കണോ അതോ ഗംഗയുടെ കൂടെ പോണോ? ഇവിടെ കിടന്നു, ഗംഗയും കിടക്കും. വാ ഗംഗേ. ഗംഗയും കിടക്ക്. അച്ഛനും കിടക്കച്ചാ. നിങ്ങൾക്ക് രണ്ടുപേർക്കും കൊച്ചു കുട്ടികളെ പോലെ പിണങ്ങാതിരുന്നാൽ എന്താ? രണ്ടുപേരും വഴക്കുണ്ടാക്കാതെ കിടക്കണം കേട്ടോ. ചേച്ചിയോട് ചോദിക്കാം. ചേച്ചി ഒരു പരിഹാരം എനിക്ക് പറഞ്ഞു തരാതിരിക്കില്ല. ഗൗരി ചേച്ചി എന്നെ സഹായിക്കണം. ഗംഗേ, ഗൗരി ചേച്ചി, എന്താ നിനക്ക് പറ്റിയത്? എന്തിനാ നീ ഇങ്ങനെ വിഷമിക്കുന്നെ? ചേച്ചി എന്നെ സഹായിക്കണം. എനിക്ക് ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കുന്നില്ല. നീ കാര്യം പറ ഗംഗേ. ഞാൻ കാരണം മഹേട്ടനെ ഇപ്പൊ വിഷമിക്കാ ചേച്ചി. എന്താ അതിനൊരു പരിഹാരം എന്ന് എനിക്ക് അറിയില്ല. മഹേട്ടന്റെയും ഈ കുടുംബത്തിന്റെയും നന്മ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ എന്നിട്ടും അതാണോ കാര്യം? അത് വെറും ഒരു തെറ്റിദ്ധാരണയല്ലേ ഗംഗേ? അതിന് നീ ഇങ്ങനെ തളർന്നാലോ? അല്ല ചേച്ചി, എന്റെ മുഖം കണ്ടാ പോലും വെറുപ്പോടെ മഹിയേട്ടൻ നോക്കുന്നത്. അതെനിക്ക് സഹിക്കുന്നില്ല. മഹിയേട്ടന് സന്തോഷം കിട്ടാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാനോ മരിക്കാനോ പോലും ഞാൻ തയ്യാറാ. നീ എന്ത് വെട്ടിത്തായി പറയുന്നേ? നീ ഇവിടുന്ന് പോയാ എന്റെ മാളുവിന് പിന്നെ ആരാ? അവൾക്ക്
നീ ഉണ്ടെന്നുള്ളതാ എന്റെ ഒരു സമാധാനം. പക്ഷെ ചേച്ചി, ഞാനൊരു ശല്യമായി മഹേട്ടൻ കാണുമ്പോ പിന്നെ ഞാൻ അത് വെറും തെറ്റിദ്ധാരണയല്ലേ ഗംഗെ? മഹിയേട്ടന്റെ മനസ്സില് നിന്റെ സ്ഥാനം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ. അറിയാം. മഹേട്ടന്റെ മനസ്സില് ഞാനുണ്ടെന്ന വിശ്വാസത്തില ഞാനിവിടെ ഇതുവരെ കഴിഞ്ഞത്. ആ വിശ്വാസം ഇനിയും നിനക്കുണ്ടാവണം. എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത്. ജീവിതം നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന വേദന നേരിട്ടറിയുന്നവളാ ഞാൻ. ആഗ്രഹിച്ച ജീവിതം കൈപ്പിടിയിൽ ഉണ്ടായിരിക്കുമ്പോൾ നമ്മൾ അതിന്റെ വില അറിയില്ല. പക്ഷെ അത് നഷ്ടമായി കഴിയുമ്പോഴാ അതിന്റെ മഹത്വം അറിയാൻ പോകുന്നത്. അതുകൊണ്ട് ഒന്നിന്റെ പേരിലും ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കരുത്. മാളുവിന് അമ്മയുടെ സ്ഥാനത്ത് എന്നും നീ ഉണ്ടാവണം. മാളു നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്ക് നേരിട്ടറിയാലോ ഗംഗെ. ഒരിക്കൽ അമ്മയെ നഷ്ടപ്പെട്ടതിന്റെ വേദന അറിഞ്ഞവളാ എന്റെ മോള്. ഇനി ഒരിക്കൽ കൂടി അവൾക്ക് ആ ദുഃഖം നീ കൊടുക്കരുത്. മഹിയേട്ടനെ കുറിച്ചോർത്ത് നീ വിഷമിക്കണ്ട. മഹിയേട്ടന്റെ തെറ്റിദ്ധാരണ പതിയെ മാറും. അത് മാറ്റിയെടുക്കാൻ നീ ഇവിടെ തന്നെ വേണം. അതിന് നിനക്കേ കഴിയൂ. എന്നെ ശത്രുവായി അകറ്റി നിർത്തിയ ഞാൻ എങ്ങനെ അത് മാറ്റും ചേച്ചി? അതൊക്കെ സാധിക്കും. നിനക്കറിയല്ലോ ഗംഗെ, നീ അല്ലാതെ ഈ വീട്ടിലുള്ള എല്ലാവരും മഹിയേട്ടന്റെ മാളുവിന്റെ ശത്രുക്കളാണ്. അവരുടെ എല്ലാം ലക്ഷ്യം ഈ കൈലാസത്തിലെ പണം മാത്ര. ചേച്ചി പറയുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സത്യത്തിൽ ചേച്ചി ഭാഗ്യം ചെയ്ത ആളാ. മരിച്ചു കഴിഞ്ഞിട്ടും സ്നേഹിക്കുന്നവരെ ചുറ്റിപ്പറ്റി അവരുടെ സഹായത്തിന് നിൽക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇത് ഭാഗ്യമല്ല ഗംഗെ. മരിച്ചവരുടെ ലോകം ഈശ്വര സന്നിധിയ. അവിടേക്ക് എത്താതെയും ഭൂമിയിൽ നിന്ന് പോകാനാകാതെയും ഞാൻ അലയുകയാ. എന്റെ കൊലപാതകയെ കണ്ടെത്തിയാൽ മാത്രമേ എനിക്ക് മോക്ഷമുള്ളൂ. അതിന് നീ വേണം സഹായിക്കാൻ. നീ വിചാരിച്ചാലേ എന്റെ ആത്മാവിന് മോക്ഷം നൽകാൻ സാധിക്കും. ചേച്ചി വിഷമിക്കണ്ട. ഞാൻ എങ്ങും പോവില്ല. ഒരിക്കലും സ്വയം ജീവൻ ഒടുക്കുകയില്ല. ഈ വാക്ക് എനിക്ക് വേണ്ടത്. നിന്നെ മരണത്തിലേക്ക് എത്തിക്കാൻ പലരും ശ്രമിക്കും, പലതും ചെയ്യും. പക്ഷേ നീ തളരാതെ പിടിച്ചു നിൽക്കണം. നിനക്ക് വേണ്ടത് ഈ കണ്ണീരല്ല, മനോധൈര്യമാ. എന്തിനും ഞാൻ നിന്നോടൊപ്പം ഉണ്ട്. ഇനി ഞാൻ തളരില്ല. ചേച്ചിയുടെ ആഗ്രഹം പോലെ എന്റെ മാളുവിനും മഹിയേട്ടനൊപ്പം എന്നും ഞാൻ ഉണ്ടാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.